ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിതാ കുറച്ച് ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി ഫ്ലവർ ബൊക്കറ്റിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അങ്ങനെ ഞാനിതാ കുറച്ചധികം ഫ്ലവേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന ഈ ഒരു സ്റ്റിക്കാണ്. പിന്നെ വേണ്ടത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ബൊക്കറ്റ് ഷീറ്റാണ്. അത് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറുള്ള ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ ഓരോ ഫ്ലവേഴ്സും സ്റ്റിക്കിൻ്റെ മേലെ നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫ്ലവർ അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 14ഓളം പീസ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ബൊക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കസ്റ്റമർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം സൈസിലുള്ള ഫ്ലവർ ബൊക്കറ്റ് മതിയെന്ന്. ഇവർക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ബൊക്കറ്റ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ഞാനിതാ ഫ്ലവറൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ 14 ഫ്ലവേഴ്സും 14 സ്റ്റിക്കിൻ്റെ മേലായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ്. അപ്പം ഞാനൊരു 5 പീസോളം വരുന്ന ഒരു ലെയർ ഫസ്റ്റും പിന്നെ 4, 3, 2 ആ ഒരു കണക്കിലാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ബൊക്കറ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിതാ 5 ഫ്ലവറിലെ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഞാനിതാ ഈ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തെർമോക്കോൾ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇതാണ് എനിക്ക് കൂടുതൽ സിമ്പിളായിട്ട് തോന്നിയത്. അങ്ങനെ ഞാനിതാ ഫസ്റ്റിലത്തെ ലെയർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ലെയറായിട്ട് ഇതാ 4 ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 3, 2 അങ്ങനെയാണ് 4 ലെയറായിട്ടാണ് ഈ ഒരു ഫ്ലവർ ബൊക്കറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇതാ ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കലാണ്. അതിന് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക. അങ്ങനെ ഇതാ എല്ലാം നല്ല രീതിയിൽ സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി നമുക്കിതാ ബൊക്കറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബൊക്കറ്റ് ഷീറ്റിനെ സെൻറ്ററിലോട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബൊക്കറ്റ് ഷീറ്റിനെ ഞാൻ 2 പീസായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇതാ അതിലൊരു പീസ് എടുത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെല്ലായിട്ടാണ് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ സെറ്റ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ സൈഡിലായിട്ട് ഓരോ ലെയറായിട്ട് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ കുറേ ആർഭാടമായിട്ടൊന്നും ഞാൻ ലെയർ വെച്ച് കൊടുക്കുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർക്ക് വളരെ ഒരു ചെറിയൊരു സൈസ് മതിയെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അതിന് കണക്കായി ഒരു ഫ്ലവർ ബൊക്കറ്റ് മതിയെന്ന് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ കുറേ ലെയറൊന്നും വെച്ച് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഫ്ലവർ ബൊക്കറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 3 ലെയറോളം സൈഡിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഓരോ സൈഡിൽ വെക്കുന്ന ലെയറും നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഞാൻ സൈഡിൽ വെച്ചതിന് ശേഷമാണ് നല്ല രീതിയിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇതാ 3-4 പീസോളം ഈ ഒരു സൈസ് വരുന്നത് ഷീറ്റ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സർപ്രൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ജാസ് ഹാൻഡ് മെയ്ഡ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും വാട്സപ്പിൻ്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടുന്നവരെ കോൺടാക്ട് ചെയ്യുക. ഓൺ ഓൾ ഓവർ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ നിങ്ങളുടെ പ്രിഫറൻസ് പോലെ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഇതാ സൈഡിലത്തെ ലെയറൊക്കെ നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ച് സെല്ലോ ടേപ്പിനെ കൊണ്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഫ്രണ്ടിലത്തെ പോർഷൻ നമുക്ക് കവർ ചെയ്യണം. അതിനിതാ ഈ ഒരു സൈസ് വരുന്ന ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ മുന്നിലത്തെ ഭാഗം നമ്മൾ കവർ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സൈസിൽ വരുന്ന 2 ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റിലത്തെ നമ്മളിതാ ലെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ നമ്മൾ ഷീറ്റ് എടുത്തിട്ട് അതേപോലെ മടക്കി കൊടുത്തിട്ട് ഇതാ സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ ഇതാ ഫ്രണ്ട് പോർഷനും നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു വിധത്തിൽ വരുന്ന ഒരു റിബണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതും റെഡ് കളറ്, ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഞാനിതാ അതിനെ കൊണ്ട് അവിടെ കവർ ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മേലിൽ വെക്കുന്ന ബോ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് അതിൻ്റെ മേലിൽ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അതും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാ ഈ ഒരു കാണുന്ന ബോ ആണ് ഞാൻ അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ബോയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതാ ഫ്ലവർ ബൊക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഒരു ചെറിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഇതാ ഞാൻ ലാസ്റ്റായിട്ട് എൻ്റെ QR കോഡൊക്കെ അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ടും റീൽസായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യും. അതും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കാണുക. പിന്നെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു, അതേപോലെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇൻഷാല്ലാ ഇതേപോലുള്ള വീഡിയോസും വ്ളോഗ്സ് ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.